50 കോടി ആളുകൾ ഒരു സ്ഥലത്ത് വരികയാണ്. അത് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് വരികയാണ്. 50 കോടി ആളുകൾ എന്ന് പറയുന്നത് ലോകത്തെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എത്ര ശതമാനമാണെന്ന് നമ്മൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. പല രാജ്യങ്ങളുടെയും ജനസംഖ്യ എത്രയാണ്? നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള പല രാജ്യങ്ങളുടെയും ഒരു 125 രാജ്യങ്ങളുടെ ജനസംഖ്യ കൂട്ടിയാലാണ് ഈ 50 കോടി കിട്ടുക. അത്രയും രാജ്യങ്ങൾ ആകെ ജനസംഖ്യയാണ് ഈ 50 കോടി. അപ്പോ അങ്ങനെയുള്ള അത്രയും ജനങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു എന്ന് വരുമ്പോ, അതും 135 കൊല്ലത്തിനൊക്കെ ശേഷം ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോ, അവിടെയാണ് ചില ആളുകൾ ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന പകർച്ചവ്യാധിയാണ്, ഇത് ഇല്ലാതാക്കണം, ഇതിനെ നശിപ്പിക്കണം, ഇതിനെ തകർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള വെല്ലുവിളികളും ഒക്കെ ഒരു ഭാഗത്ത് നടത്തുന്ന സന്ദർഭത്തിലാണ് ഈ രീതിയിലുള്ള ഉണർവ്, ഈ രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് അവിടെ വരുന്നത്? 10,000-കണക്കിന് ആളുകളാണ് അവിടത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വരുന്നത്. വളരെ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ്, ബുദ്ധിജീവികളാണ്, സാമ്പത്തികമായൊക്കെ വളരെ ഉന്നത നിലയിലുള്ള ആളുകളാണ്. അവരൊക്കെയാണ് നേരത്തെ പറയുന്ന പോലെ മരം കോച്ചുന്ന തണുപ്പത്ത് ഈ പുണ്യസ്നാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ആഗ്രഹവുമായിട്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്നും ഇവിടത്തേക്ക് വരുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ ഋഷീശ്വരന്മാർ പഴയ കാലത്ത് ലോകത്തിന് വേണ്ടി സംവിധാനം ചെയ്ത ഇത്തരം നമ്മുടെ ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ല് പാർത്തറിഞ്ഞു കണ്ട അവര് സംവിധാനം ചെയ്ത ഇത്തരം കാര്യങ്ങൾ, അതിന് കൂടുതൽ സ്വീകാര്യതയും വിശ്വാസ്യതയും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെ ഹിന്ദുക്കൾ ഇല്ലാതായിപ്പോയി, അതിനെ നശിപ്പിക്കാം, അതിനെ ഇല്ലാതാക്കാം എന്നൊക്കെ കരുതിയ ആളുകളുണ്ടായിരുന്നു. ഇതിലൊന്നും കാര്യമൊന്നുമില്ല, ഇത് അന്ധവിശ്വാസമാണെന്ന് കരുതിയ പ്രചരിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ അനാഗരികന്മാരും പ്രാകൃതന്മാരുമാണ് എന്ന് വിശ്വസിച്ചിരുന്ന, മുഖത്ത് ചായം പൂശി നടന്നിരുന്ന ആളുകളാണ് ഏറ്റവും മോശക്കാരാണ് എന്ന് പ്രചരിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം നാടുകളിൽ നിന്നും ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകളാണ് നമ്മുടെ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആധ്യാത്മികത തേടിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ വേറൊരു കാര്യത്തിന് വേണ്ടിയല്ല ആളുകൾ വിദേശ രാജ്യത്തു നിന്ന് വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പല കാര്യത്തിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഭാരതത്തിലേക്ക് ആളുകൾ വരുന്നത് ഇവിടുത്തെ ആത്മീയത, ഇവിടുത്തെ സംസ്കൃതി, ഇവിടുത്തെ പൈതൃകം, പാരമ്പര്യം ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിക്കാനും ആ അനുഭൂതിയുടെ സായുജ്യത്തിന്റെ സാക്ഷാത്കാരം നുകരാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അതിനെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുന്നു മറ്റു സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനം, അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എത്രയോ വർഷങ്ങളായി ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ലോകത്തെ UP-യിലേക്ക് വലിച്ചെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയാണ്. അവരുടെ ആരാധനാലയങ്ങൾ ആ നിലയിൽ മെച്ചപ്പെടുത്തുന്നു, അവിടെ കോടിക്കണക്കിന് ആളുകൾ വരുന്നു എന്നുള്ളത്. മറ്റു സംസ്ഥാനങ്ങളെല്ലാം അതിന് മാതൃകയാണ്, തമിഴ്നാട് പോലും അതിന് മാതൃകയാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനമായതുകൊണ്ടാണ് നമുക്ക് ഈ വേവലാതിയും വേദനയും. നമ്മുടെ സംസ്ഥാനത്തിന്റെ തലപ്പത്തുള്ളവർ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്ന അലംഭാവവും ഉദാസീനതയും കടുത്ത അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റായ അവരുടെ കൃത്യവിലോപവും ആണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന രീതിയിൽ വേദനയോടുകൂടി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. ശരിയാണ്, നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അവർ പറയും, ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന മതേതര കേന്ദ്രമാണ് എന്നാണ്. ശ്രീ വിജി തമ്പി സാർ അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്? സർക്കാർ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ മതേതര കേന്ദ്രമാണെന്ന് പറഞ്ഞാലേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഇടക്കിടക്ക് അവരത് പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണോ അങ്ങനെ പറയുന്നത് എന്നറിയില്ല. ശബരിമല എന്ന് പറയുന്നത് അവിടെ ആരാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അവിടെ പോയിട്ട് ചെയ്യുന്ന കാര്യം എന്താണ് എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു ഭംഗിവാക്ക് പോലെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഏത് കേന്ദ്രമാണെങ്കിലും അവിടെ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ എരുമേലിയിലൊക്കെ
നേരത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വന്നാൽ അവിടെ തങ്ങാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതിനുള്ള ഒരു സൗകര്യവും ഇല്ലാത്ത സാഹചര്യമാണ്. സന്നിധാനത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിരിവെക്കുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ പലരും പറയുണ്ടായി. എത്ര ചെളിയിലും അതുപോലെ തന്നെ ഈ വരുന്ന ആളുകളൊക്കെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരൊക്കെ ഈ ഭക്തിയിലും വിശ്വാസത്തിലുമാണ് വരുന്നത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തിഹീനമായ, ഇവിടെയൊക്കെ നൂറുകണക്കിന് പന്നികളും അതുപോലെ മറ്റു ജീവികളും അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഈ മാലിന്യത്തിൻ്റെ കൂടെ തന്നെ വിരിവെച്ച് കിടക്കുന്ന ദയനീയമായ സാഹചര്യമാണ് കാണുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഭക്തജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരം അധാർമികതക്കെതിരായിട്ട്, അനാസ്ഥക്കെതിരായിട്ട്, അവഗണനക്കെതിരായിട്ട്, അവഹേളനത്തിനെതിരായിട്ട് വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്, ഒരുമിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.